കൊച്ചി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ നിയമാവലി അനുസരിച്ച് മുന്നോട്ടു പോകാമെന്ന് കുട്ടിയുടെ പിതാവ്. സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കാൻ തയ്യാറാണ്. വർഗീയവാദികൾക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് കുട്ടിയുടെ പിതാവ് അനസ് പറഞ്ഞു. എനിക്കും എൻ്റെ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ വരെ പോസ്റ്റുകൾ ഇറക്കി. ഞാൻ സാധാരണ കുടുംബം നയിക്കുന്ന എന്നെ ഇങ്ങനെ വലിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേറെ എന്തോരം വഴികളുണ്ട്. ഇവിടെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അല്പം കൂടി ജാഗ്രത വേണമായിരുന്നു. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നടക്കം, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നടക്കം വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതൊരു വിവാദമായി തുടർന്നാൽ അത് മറ്റു തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു നല്ല സമീപനം ഈ കുട്ടിയുടെ പിതാവ് സ്വീകരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? വിവരങ്ങൾ എന്താണ് വിപിൻ സി വിജയൻ? രജിത്ത്, 2 ദിവസമായി നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നത്തിന് രമ്യതയിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു, ഒരു സമവായം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നമുണ്ടായത്. ഹിജാബിന് വിലക്ക് എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ പുറത്തു വരികയും ഈ കുട്ടി പിന്നീട് സ്കൂളിലേക്ക് വരുന്നില്ല. ഒപ്പം തന്നെ സ്കൂൾ തന്നെ 2 ദിവസം അടച്ചിടേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഈ സ്കൂള് പ്രവർത്തിക്കുന്നില്ല. അത്തരത്തിലുള്ള പുറത്തു നിന്നുള്ള ആളുകളുടെ ചില ഭയപ്പെടുത്തലുകളൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ മാനേജ്മെന്റ് പറഞ്ഞിരുന്നത്. ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുകയും അത് മറ്റ് തലങ്ങളിലേക്ക് പോവുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഐബിയുടെ എംപിയും അതുപോലെ തന്നെ ഷിയാസ് DCC അധ്യക്ഷനൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു രമ്യതയിൽ ഒരു സമവായ ചർച്ച നടന്നിട്ടുള്ളത്. അതിൽ ഈ കുട്ടിയുടെ പിതാവ് അനസും മാനേജ്മെന്റിന്റെ ചില പ്രതിനിധികളും പങ്കെടുത്തു. ഇതിലാണ് ഈ സ്കൂളിന്റെ നിയമാവലികൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളത് അനസ് അറിയിച്ചിരിക്കുന്നത്. അവർ പറയുന്ന യൂണിഫോം ധരിക്കാൻ തയ്യാറാണ്. സ്കൂളിൽ തന്നെ കുട്ടിക്ക് പഠിക്കണമെന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹം പറയുകയും ചെയ്തിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത്. ഇനി പ്രിൻസിപ്പളൊക്കെ ഇപ്പോൾ DEOയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ DEO ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. അവർ കൂടി വന്ന് ആ ഒരു ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അതിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അടുത്ത ദിവസം സ്കൂൾ തുറക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥി കൂടി സ്കൂളിലേക്ക് എത്തും. ആ പ്രശ്നം രമ്യതയിൽ തന്നെ പരിഹരിച്ചിരിക്കുന്നു.